അരുണ് ആ പോയിട്ട് സ്വരാജിന്റെ സത്യാനന്തര ലോകത്തെ മാധ്യമപ്രവർത്തനമൊക്കെ പറയുന്നത് ഒന്ന് കേൾക്കണം. ഇങ്ങനെയൊന്നും വൈകാരികമായിട്ടൊന്നും പറഞ്ഞു തീർക്കാൻ പറ്റുന്ന വിഷയമല്ല. ഈ ഇല്ലാത്ത കാര്യം പറയുമ്പോൾ അല്ലെങ്കിൽ കള്ളത്തരം പറയുമ്പോൾ അതിന്റെ പൊള്ളത്തരം പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കും. ഞാൻ നേരത്തെ ചോദിച്ച ചോദ്യത്തിന് അദ്ദേഹം മറുപടി പറഞ്ഞത് അവർക്ക് നോട്ടീസ് അയച്ചുകൊണ്ട് അവർ കോടതിയിൽ പോയി എന്നുള്ളതാണ്. ഇപ്പോൾ അതിനുശേഷം അദ്ദേഹം പറയുന്നു, അവിടെ പറഞ്ഞു വീണ വിജയന്റെ കേസല്ല അന്വേഷിക്കുന്നത്, 189 കോടിയുടെ CMRLനെ സംബന്ധിച്ചുള്ള കേസാണ് എന്ന് പറയും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ വീണ വിജയൻ അതിനകത്ത് സാക്ഷി മാത്രമല്ലേ? എന്തിനാ സാക്ഷി? എന്നെ ഏതെങ്കിലും ഒരു കേസിൽ സാക്ഷിയായി കഴിഞ്ഞാൽ ഞാൻ കോടതിയിൽ പോകേണ്ടതുണ്ടോ? അപ്പം ഞാൻ സാക്ഷിയല്ലായിരുന്നു എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവല്ലേ പോയി എന്നുള്ളത്. എന്തിനാ അരുണ ഇങ്ങനെ വെറുതെ കടന്ന്? അരുണൊക്കെ സത്യം പറഞ്ഞാൽ കുറച്ചെങ്കിലും ഒരു 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 എന്താ പറയുക, ഒരു നീതിബോധം ഉണ്ടായിരുന്നെങ്കിൽ അന്ന് ആ MS ഓഫീസും അതുപോലെ തന്നെ വേർഡും അതുപോലെ തന്നെ പവർ പോയിന്റ് ഒക്കെ ശരിയാക്കാൻ വേണ്ടിയിട്ടാണ് ഈ പൈസ മേടിച്ചത് പറഞ്ഞത് പൊളിഞ്ഞെടുത്തോടെ ഈ പരിപാടി നിർത്തണമായിരുന്നു. ഈ ചർച്ചയ്ക്ക് ഞാൻ ഇനി പോകില്ല എന്ന് പറയണമായിരുന്നു. പക്ഷേ ദൗർഭാഗ്യവശാൽ അവരുടെ പാർട്ടിക്കാരന് ഇതിനകത്ത് പ്രശ്നം, ഇവർക്ക് ഈ നിമിഷം വരെ ഇവർക്കാർക്കും എന്തു സേവനം കൊടുത്തു എന്നുള്ളതിനെ സംബന്ധിച്ച് പറയാൻ കഴിഞ്ഞിട്ടില്ല. വേണു വിജിലൻസ് അന്വേഷണവും പിണറായി വിജയന്റെ ഇൻവോൾവ്മെന്റ് ഒക്കെ അവിടെ മാറി നിൽക്കട്ടെ. ഇവിടെ ഇതിനകത്തുള്ള ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം ആ ചോദ്യത്തിന് ഉത്തരമില്ല എന്നുള്ളതാണ്. ഈ രാജ്യത്തെ നീതിന്യായ വ്യവസ്ഥകളിൽ മുഴുവൻ ഈ പറഞ്ഞ ചോദ്യം, നിങ്ങൾ എന്ത് സേവനമാണ്? ശരി, സമയം കഴിഞ്ഞു. വേഗം അരുൺ, മുഖ്യമന്ത്രിയും ഇന്ന് വിശദീകരിച്ചിട്ടില്ലാത്തതുകൊണ്ട് അതിന് മാത്രം ഒരു മറുപടി കഴിയുമെങ്കിൽ എനിക്ക് ചർച്ച അവസാനിപ്പിക്കണം. സമയം കഴിഞ്ഞിരിക്കുകയാണ്. അരുൺ വേഗം. ഒറ്റ കാര്യം, ഇത് മുഖ്യമന്ത്രി പറഞ്ഞല്ലോ എന്തുകൊണ്ടാണ് ഹൈക്കോടതിയിൽ റിട്ട് പെറ്റീഷൻ ഒരു MLA തന്നെ വന്നതെന്ന്. കോൺഗ്രസിലെ ആഭ്യന്തര കലഹത്തിന്റെ ഭാഗമായി ആ ചെന്നിത്തലേനെയും ഒറ്റ കാര്യം ഞങ്ങൾ പൈസ വാങ്ങിച്ചു, ഞങ്ങളാണ് മേടിച്ചത് എന്ന് ചെന്നിത്തല പറഞ്ഞല്ലോ. ആ പറഞ്ഞയാൾക്കെതിരെ എന്താണ് FSIO ഈ പറഞ്ഞ് ഞാൻ പൈസ മേടിച്ചു എന്ന് പറഞ്ഞ ചെന്നിത്തലക്കെതിരെ ഒരു വാചകം പോലും ഈ റിപ്പോർട്ടിൽ ഇല്ലാതെ പോയത് എന്തുകൊണ്ടാ? നിങ്ങൾ ഇലക്ട്രൽ ബോണ്ട് കൊണ്ടേ കൊടുത്തു. നിങ്ങൾ ഇലക്ട്രൽ ബോണ്ട്, നിങ്ങളുടെ നേതാവ് ഇലക്ട്രൽ ബോണ്ട് എന്തുകൊണ്ടാണ് ഈ പാർലമെന്റിൽ വഖഫ് ബോർഡിന്റെ ചർച്ചയിൽ പോലും നിങ്ങൾ പങ്കെടുക്കാത്തത്? വഖഫ് ബോർഡിന്റെ ചർച്ചയിൽ, വഖഫ് ബില്ലിന്റെ ചർച്ചയിൽ പോലും രാഹുൽ ഗാന്ധി പങ്കെടുത്തില്ല, പ്രിയങ്ക ഗാന്ധി പങ്കെടുത്തില്ല. നിങ്ങൾ വിറയ്ക്കും. നാഷണൽ ഹെറാൾഡ് 5000 കോടി രൂപയുടെ അഴിമതി നിങ്ങൾ വിറയ്ക്കും. ഞങ്ങൾക്കൊന്നും പേടിക്കാനില്ല. ഏത് അന്വേഷണത്തെയും ഞങ്ങൾ നേരിടും.